ഞാനെന്തൊരു വിഡ്ഢിയല്ലേ ദൈവമേ ഇത് എന്തുട്ട് ചെയ്യാതെ എങ്ങനെ എന്റെ മോള് ഇവിടെ പൊക്കിയെടുക്കാനാ? കണ്ടമാനം കയ്പകളാ അല്ലെ അത്രയും പൊക്കിന്നാ മതി. അച്ഛൻ പലതും പറയും. സരിതിക്ക് പഠിക്കാനായിരുന്ന പന്നപ്പുല്ല് ഇതിനെന്തിട്ട് എങ്ങനെയാ മാങ്ങിഞ്ചി എന്ന് പറയും. വീണു വിചാരിക്കുക അല്ല വീണു വിചാരിക്കുക വിചാരിച്ചു ഈ കാറിന് ഈ കവറൊക്കെ മാറ്റി പോവാന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഗേറ്റ് തുറക്കാനാണോ പാട്? ഇത് എന്തൊരു മറിമായെന്ന് ആലോചിക്കുന്നത്. ഇന്ന് കാലത്ത് മനോഹരമായി അടിച്ചിട്ടുള്ള ഒരു മിറ്റമായിരുന്നു കാണുന്നത്. അതാണ് ഒരു മരം ഇവിടെ കാട്ടിക്കൂട്ടിയ അക്രമങ്ങളാണ് കാണിക്കുന്നത്. ഒരേ ഒരു മരം, ഒരൊറ്റ മരത്തിൻ്റെ ഇലകളാണ് ഇട്ടത്. ഇവിടെ ഒക്കെ നിറയെ നോക്കിയേ. ഇതിൽ കിടന്ന് നമ്മളിപ്പോ വീണു വിചാരിക്കുക അല്ല വീണു വിചാരിച്ചു നമുക്കൊന്നും സംഭവിക്കില്ല. കല്ലിമില്ലേ വീഴില്ല, ഇലകൾ തടയും. അത്രയ്ക്ക് ഇതാണ്. അതെ എന്നാ ചെന്ന് വീണ് കാണിച്ചു നോക്കട്ടെ വല്ലതും പറ്റുണ്ടോന്ന്. അതെ ഇന്ന് കാലത്ത് ഒരു വലിയൊരു സംഭവം ഉണ്ടായി. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കാലത്ത് ഞാനിവിടെ നടന്നുകൊണ്ടിരിക്കുക, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നോ? അങ്ങനെ ശബ്ദം ഉണ്ടാവട്ടെ. ഇന്ന് കാലത്തേ ഞാൻ ഈ തൃശ്ശൂർക്ക് പോയി, സ്കൂട്ടർ എടുത്തിട്ട് പോയി തൃശ്ശൂർക്ക് പോയി. ഒരു 11 മണി നേരത്ത് പോയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് സാധാരണ പോലെ വന്നു 11:45. അപ്പോൾ വന്നപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. എന്തൊരു മെസ്സേജ് എന്നറിയോ? നിങ്ങളുടെ കാറുമായിട്ടിതേ ഈ കാറ് കണ്ടാ KLT BT 6435 കാറ് കുമ്പളം ടോൾ പ്ലാസ. കുമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എറണാകുളത്തുള്ള കുമ്പളല്ലേ, അവിടെ ടോൾ പ്ലാസ ഉണ്ടല്ലോ. അതിവോടെ 11 മണി കഴിഞ്ഞ് 43 സെക്കൻഡും അല്ല 43 മിനിറ്റും 23 സെക്കൻഡിലപ്പോൾ കുമ്പളം ടോൾ പ്ലാസ അവിടെ നമ്മുടെ സരിത ചാരി നിൽക്കണ ഈ കാറ് കടന്നു പോയി. നമ്മുടെ ഇതിൽ നിന്ന് ഫാസ്റ്റാഗിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 45 രൂപ ഈടാക്കി ടോള് പോയിട്ട് മെസ്സേജ് വന്നിരിക്കുന്നു. ഈ സമയത്ത് ഞാൻ സ്കൂട്ടറായിട്ട് കുറുക്കഞ്ചേരിയിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 11:55 ഞാൻ ഇവിടെ എത്തി. ഇത് എന്തൊരു മറിമായെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ആളോട് ചോദിച്ചു ഇതെന്തൊരു സംഗതി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്നിട്ട് പറഞ്ഞേ പ്രേമനൊക്കെ പറഞ്ഞു എന്നിട്ടാ ഫാസ്റ്റാഗിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ടോ നോക്കാൻ. പോയിട്ടുണ്ടല്ലോ, പൈസ പോയിട്ടുണ്ട്. പൈസ പോയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര അത്ഭുതം. പലർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സുജിത് ഭക്തനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ലേ? സുജിത് ഭക്തനല്ലേ വേറെ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ അക്കൗണ്ടിൽ സിനിമയിലത്തെ പോലെ നമ്മുടെ കാറെങ്ങാനും പോയി തന്നെ കാറ് പോകാനായിട്ട് ഗേറ്റ് അടച്ചിട്ട് കിടക്കല്ലേ? ഈ കാറിന് ഈ കവറൊക്കെ മാറ്റി പോവാന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഗേറ്റ് തുറക്കാനാണോ പാട്? ടാർസൻ സിനിമയ്ക്കില്ലേ നമ്മുടെ കാറിന്റെ അതേ നമ്പറിലുള്ള വേറെ കാറുണ്ടാ? അതുണ്ടെങ്കിൽ തന്നെ ചേട്ടന്റെ അക്കൗണ്ടിലേക്ക് ഇല്ല. ഞാൻ ഈ പരിവാഹനിൽ നോക്കിയപ്പോ നമ്മുടെ കാറിന്റെ നമ്പർ അടിച്ചപ്പോ എന്റെ പേരിലുള്ള കാറിനെ ഉള്ളത്. അതല്ലാന്ന് അങ്ങനെയാണെങ്കിൽ കാറാണെങ്കിൽ അയാളുടെ ഇതിലേക്കല്ലേ പോവാ. ഇത് നമുക്ക് മെയിലും വന്നിട്ടുണ്ട്, ഫോൺ നമ്പറിലും മെസ്സേജും വന്നിട്ടുണ്ട്. നിങ്ങൾ അറിയാവുന്ന പറഞ്ഞു തന്നോളോ? അല്ല ആക്സിസ് ബാങ്കിലേക്ക് വിളിക്ക്, അവരോട് പറയ് ഞാൻ അങ്ങ് പോയിട്ടില്ലേ 45 രൂപ പോയിട്ടുണ്ടല്ലോ. ഞാൻ CCTV ദൃശ്യം കാണിച്ചു തരാട്ടാ. ഞാൻ ആ സ്കൂട്ടർ പോയിരുന്നത് 11:55. എന്തിനും ഈ കാർ ഇവിടുന്ന് പോയിട്ടില്ല. 11:43 കുമ്പളം എറണാകുളത്ത് ഇവിടുന്ന് 10-90 കിലോമീറ്റർ ഉണ്ട് കുമ്പളത്തേക്ക്. അത്രയും ദൂരത്തുള്ള ഇത് അതികൂടെയാണ് പോയത്. ഇപ്പം ആ സമയത്ത് ഞാൻ കുറുക്കം ചെയ്ത് ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ രണ്ടും തമ്മിൽ ഒത്തു പോകണമെന്നില്ലല്ലോ, എന്തോ ഉണ്ട് ഇതിൻ്റെ പിന്നെ. എന്തോ ഉണ്ട്. അപ്പം അങ്ങനെ സംഭവം ഉണ്ടായി. ഇന്ന് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവട്ടാ. ഇത് പിടിച്ച ഫോൺ പിടിച്ച ഇത് പലരും കണ്ടിട്ടുണ്ടാവില്ല. പണ്ട് കാലത്ത് ഞങ്ങളുടെ കിണറിൻ്റെ അവിടെ ഒരു 2-3 കട ഉണ്ടായിരുന്നു. ഇത് മാങ്ങിഞ്ചി എന്ന് പറയും. ഈ പഴമക്കാർക്കൊക്കെ അറിയാം മാങ്ങിഞ്ചി. അമ്മയൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങിഞ്ചി ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ഇങ്ങനെ കിട്ടും. ഇത്രയും കാനൊന്നും ഉണ്ടാവില്ല, ഇത്രയ്ക്ക് ആരോഗ്യവാനൊന്നും. ഭയങ്കര സൈസുള്ള സാധനമാണ്. ശശി കൊണ്ടുവന്നതാണ്. അപ്പം മാങ്ങിഞ്ചി ചെറുതായിട്ട് ഒരു ഞാര് പോലെ കിട്ടും. അത് അമ്മ ചാള കൂട്ടാനിലേക്ക് ഈ മാങ്ങിക്ക് പകരം മാങ്ങ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടുന്നതിന് പകരം ഈ മാങ്ങിഞ്ചി ചതച്ച് പകരം ഇത് ചതച്ചിട്ട് എന്താ കാര്യം? മാങ്ങ ഇടുന്നതിന് പകരല്ല, ഇഞ്ചിക്ക് പകരം ചതച്ച് ഇഞ്ചിക്ക് പകരം ചതച്ച് ഇതിടും. ഒരു വേറൊരു ടേസ്റ്റാണ് ആ കൂട്ടാന്. മണം കൂടി ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അവസാനം ശശി ലോഡ് കൊണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ശശി ഇത്രയ്ക്ക് അധികം എന്ന് പറഞ്ഞു. ശശി പറയും ഇതും നല്ല വണ്ണാന്ന്, പറിച്ചിട്ടിട്ട് അവിടെ കുറേ നാളായി, ഇത് ഇത്തിരി പറ്റിയതാന്ന്. പിന്നെ ആരോഗ്യം നോക്കിയേ മാങ്ങിഞ്ചീര കണ്ടാ. അപ്പോൾ ഇത് എന്തിനും ഇത് അധികം പേര് ഇല്ല, അധികം പേരുകളിലില്ല. അപ്പം നമ്മളിത് കൃഷി ചമ്മന്തി അരയ്ക്കാൻ. അപ്പോൾ നമ്മൾ കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുണ്ട്. ഇത് കുഴിച്ചിടാനായിട്ട് കേട്ടോ. നമുക്കിത്
കുഴിച്ചിടാം. പിന്നെ വേറെ പണികളുണ്ട്. പിന്നെ നമ്മുടെ കാറ് ഈ 30,000 കിലോമീറ്റർ ഓടിയിട്ടില്ലെങ്കിൽ 30,000 കിലോമീറ്റർ ഓടിപ്പിച്ചോളൂ. ഞാൻ തന്നെയൊന്നും ഉണ്ടില്ല. ഇത് നിസ്സാരമായി കുറച്ച് ദൂരം മാത്രം വേറെ ആൾ ഓടിപ്പിച്ചിട്ടുള്ള. പിന്നെ ഒരാൾ പോലും ഈ കാറ് തൊട്ടില്ല ചേട്ടാ. എന്തിനിപ്പ അങ്ങനെ പറയണ? അല്ല, ഈ കാറ് തന്നെ പോണം. കാറ് വിൽക്കാൻ പോണെന്നല്ല ഞാൻ പറയണതേ, ഈ സാധനം തന്നെ പോണെന്നല്ല, വേറെ ആയാലും ഓടിപ്പിച്ചു കൊണ്ടുപോകാലോ. താക്കോലാണ് ഈ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യ, ഇത് എന്താണ് ഇതിന്റെ ദുരൂഹതാന്ന് എനിക്ക് മനസ്സിലാവണില്ല ചേട്ടാ. എന്തായാലും കുറെ പേർക്ക് ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. നമ്മുടെ കാർ പോർച്ചിൽ കാർ എങ്ങനെ പാലിയേക്കര ടോൾ പ്ലാസ ഇവിടെ കടന്നു പോയി എന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കാശ് തന്നെ ടോൾ പ്ലാസക്കാരെ ചെയ്യണതാവോ? കാശ് തന്നെ പോണു. അങ്ങനത്തെ കുറേ ഇതുകൾ എന്താണെന്ന് മനസ്സിലാവണില്ല. അപ്പം മാങ്ങിഞ്ചി നടണം. ഞാനവിടെ കാലത്ത് ഇവിടെ കുറേ പണികൾ ചെയ്ത് വരുന്നു. പിന്നെ ഞാൻ അവിടെ മറ്റേ നമ്മുടെ ഇതിൽ വിരിക്കുകയായിരുന്നു. ഈ സാധനം വിരിക്കുകയായിരുന്നു. വേണ്ടി സരിത ഇവിടെ വിരിച്ചു കുറച്ച് കാലത്ത് കണ്ട വിരിച്ച് ഇങ്ങനെയാക്കി. ഈ സാധനം വിരിക്കുമ്പോഴേ വഴി കാണാൻ ഭംഗികേടൊക്കെ വരും. പക്ഷെ എന്തുവെച്ചില്ലേ, ഒരു തുണ്ട് പുല്ല് വഴിക്ക് തല തല്ലി വീഴ, ഒരു തുണ്ട് പുല്ല് ഉപയോഗിക്കില്ല. അപ്പൊ നമ്മുടെ ഇവിടെ മറ്റേ ഈ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന കരിമിക്കാട്ടാ. ആള് ലോഡ് സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത്. ഈ ഷീറ്റ് ഇട്ടിട്ട് ഇതിന് ഇങ്ങനെ ചെറിയ ചെറിയ ഓട്ടകൾ കുത്തിയിട്ട് അതിലോരോ ചേട്ടാ ഇതൊക്കെ എടുക്കണ അടിയിൽ വെച്ച് കൊടുക്കണ വാടകയല്ല വയ്ക്കണെന്ന് പറഞ്ഞു. തണ്ണിമത്തൻ്റെ അല്ലേ ഇവിടെയൊക്കെ വലുതാവണുണ്ട്. അതിന്റെ അടിയിൽ വെച്ച് കൊടുക്കുക വെക്കാം. ഇതിലൊക്കെ തണ്ണിമത്തൻ ഉണ്ടാവണം. കണ്ട നോക്കി കണ്ടാ തണ്ണിമത്തൻ ഉണ്ടാവണണ്ട. ഇത് തണ്ണിമത്തൻ ഉണ്ടാവണണ്ട കണ്ടാ എല്ലാം ഉണ്ടാവുണ്ട്. ചിലതൊക്കെ നാശമായി പോണ്ട്. ഇതേ കണ്ട നാശമായി പോയി. ഇത് നാശമായി പോയി. ഇത് കണ്ട അപ്പഴേ കരിമിക്കില്ലേ. അല്ല ഇത് വെക്കണോന്ന് ചോദിച്ചേ. വെക്കാം. വാഴവള്ളി വെക്കാം. വാഴവള്ളിയാ ഈ ഷീറ്റ് വെക്കുന്നത് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചിട്ടില്ലേ, കരിമിക്ക 6 ഷീറ്റ് 200 മീറ്റർ ഉണ്ട്. അങ്ങോട്ട് വാ. ഇതുപോലത്തെ കേട്ടാ സെയിം സാധനം വെച്ചാണ്. അത് ഈ സാധനം കേട്ടാ. ഇത് 200 മീറ്റർ ആണ് പറഞ്ഞ നീളം കേട്ടാ. ഇത് ഷീറ്റിൽ ഇങ്ങനെ ഇത് ആൾക്ക് ഇഷ്ടം പോലെ വേണമല്ലോ ഈ തണ്ണിമത്തൻ കൃഷിക്ക്. 6 ഷീറ്റ് വാങ്ങിച്ചു. അപ്പോൾ 22,000. കഴിഞ്ഞ വർഷം അവിടെ പോയില്ലേ, വെള്ളരിക്ക, കുക്കുംബർ, തണ്ണിമത്തൻ ഒക്കെ കൃഷി ഉണ്ടായിരുന്നു. അവിടെ ഫുള്ള് ഇത് വിരിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. വിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ആള് അത് കളഞ്ഞ് പോയി. എല്ലായിടത്തും മാറ്റിട്ട് പുതിയത് വാങ്ങിച്ചു കഴിഞ്ഞ ആഴ്ച. അപ്പൊ 22,000 രൂപ കൊടുത്തിട്ടാണ് 6 ഷീറ്റ് വാങ്ങിച്ചത്. അപ്പോ ഞാൻ പറഞ്ഞേ ഞാൻ ഈ ഷീറ്റ് വാങ്ങിച്ചു 200 മീറ്റർ തന്നെ നീളം. ഓരോരുത്തരും 1,600 രൂപയാണ് നമ്മളിത് വാങ്ങിച്ചത്. ആൾക്ക് 22,000 നമ്മൾ. അപ്പോൾ ഞാൻ പറയും ഇത് മണ്ണുത്തിരി പോയി വാങ്ങിച്ചാൽ കിട്ടുന്നത്. അപ്പോൾ 9,600 രൂപ വരുമല്ലോ. ഫലത്തിലെ ആൾക്ക് എത്ര കാശ് നഷ്ടം വന്നു അറിയോ? 10-13,000 രൂപ നഷ്ടം വന്നു ആൾക്ക്. അപ്പോൾ ആള് കഷ്ടം വെച്ച് നിന്നു. ആൾക്ക് വിശ്വാസം തന്നെയല്ലേ ഞാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആൾ പറയും ഇതിന് കട്ടി കൂടുതലുണ്ടാവും. ഞാൻ കട്ടി കൂടുതൽ ഇതോ എല്ലാ സ്ഥലത്തും ഓരോ സാധനം തന്നെയാണ് കണ്ട. ഈ കട്ടിനി എന്ന് പറഞ്ഞു. ഇത് കട്ടി കൂടിയാലെന്ത് കുറഞ്ഞാലെന്ത്, ഇത് ഇക്കൊല്ലത്തോടെ ഇത് അവസാനിച്ചില്ലേ, ആ ചുവത്തി കൂട്ടി കളയലല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമായിട്ട് ആൾ പറയായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ മരുന്ന് വിരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാം. അല്ല ഇഞ്ചി നടാം. അപ്പോൾ ഞാനിവിടെ ഇത് മാറ്റിയിട്ട് വഴിയാ നടാം. ഈ പുല്ലില്ലേ ഇവർക്കറിയില്ല. കാലത്താണ് ഇവിടെ വരെ ആക്കിയതല്ലേ. അല്ല ഇത് പെട്ടെന്ന് കഴിയും. ഉറച്ചിട്ട് കണ്ട വഴി. പിന്നെ അതല്ല ഈ പുല്ല് വലിയൊരു ശല്യ, നമുക്ക് നടക്കാൻ പറ്റില്ല. പിന്നെ ഇത് അവസാനിക്കില്ല. പക്ഷേ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ഒരു തുണ്ട് പുല്ലുണ്ടാവില്ല. കൊട്ട് കേൾക്കണണ്ട. ഞാനിവിടെ മകരച്ചൊവ്വയ കൊണ്ടോളി അമ്പലത്തിൽ പൂര. ചെറുപ്പകാലത്ത് കുഞ്ഞിതായിരിക്കുമ്പോഴേ അവിടേക്ക് പോവും. പൂരത്തിന് പോവും. ഒരു ആനയ്ക്കാണ് പൂരം കേട്ടോ. അത് ഇവിടെ ഇത് പാടങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ് കയറിയിട്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒപ്പം തന്നെ ഓടി പോവുന്നുണ്ട് പൂരം കാണാനായിട്ട്. ഈ ഒരു ആനയുടെ പൂരം കാണാനായിട്ട്. എന്നിട്ട് അവിടെ നിന്ന് 2 പൈസ 3 പൈസ ഇങ്ങനെ തരാൻ വീട്ടിൽ നിന്ന്. അത് ഐസ് ഫ്രൂട്ട് വാങ്ങിക്കും. പിന്നെ എന്തൊരു വാങ്ങിക്കും സരിത, ചുക്കുണ്ട വാങ്ങിക്കും. കാശുള്ളവരൊക്കെ എന്താ ചെയ്യുന്നറിയോ, ബലൂൺ നീളത്തുള്ള ബലൂണില്ലേ, ഇങ്ങനെ നീളത്തുള്ള ബലൂൺ ഉണ്ടാവും. ഭയങ്കര നീളത്തില് കണ്ടില്ലേ, വണ്ണം കുറച്ചിട്ട് നീളത്തിലുള്ള ബലൂൺ ഇങ്ങനെ പിടിച്ചില്ലേ. ആ ബലൂൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ
രണ്ടായിട്ട് മടക്കും. രണ്ടായിട്ട് മടക്കിയിട്ട് അത് ഇങ്ങനെ പിടിച്ചിട്ട് ആ പാടത്തോടെ സതീശനൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഓടും. അപ്പൊ പീന്ന് പറഞ്ഞിട്ടുള്ളൊരു ശബ്ദം വരും. ഈ 2 ബലൂണുകൾ കാറ്റത്ത് ഇങ്ങനെ കിടന്ന് അടിക്കുമ്പോൾ അത് കാണാനൊക്കെ ഭയങ്കര രസം. കാശിലുള്ളവർക്ക് അത് പറ്റില്ലോ, കാശില്ലാത്തവർക്ക് പറ്റില്ലേ? ബലൂൺ വാങ്ങിക്കാൻ കാശ് വേണ്ടേ? അല്ല, ഇത് വേറെ ആൾക്കാർ ഓടണത് കാണാൻ പറ്റില്ലേ? അതുകൊണ്ടെന്താ കാര്യം? നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മളതിൽ കാശില്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും, കാണാൻ പറ്റില്ല എന്ന് പറയല്ല, കാണാൻ ആർക്കും വേണേ പറ്റില്ലോ. അല്ല, കാശുള്ളവർക്ക് പറ്റില്ലോ എന്ന് പറഞ്ഞേ. അല്ല, അങ്ങനത്തെ ഇത് നടക്കണ ഒരു പൂരമാണ് അമ്പലം. അവിടുന്ന് വരും. ആ അമ്പലത്തിൽ വെച്ചിട്ടുള്ള പൂരത്തിലാണ് ചേർത്തല ശശികുമാറിൻ്റെ ഈനാമ്പേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള കഥാപ്രസംഗം കേട്ടിട്ടുള്ളത്. ഈനാമ്പേച്ചി എന്ന് പറഞ്ഞ കഥാപ്രസംഗം നോക്കി ഇതിൽ നിറയെ ഉറുമ്പുകളാട്ടോ. കടാ ഭയങ്കരമായ ഭീകര ഉറുമ്പുകളൊക്കെ ഉണ്ട് ഇതിൽ. അവരാവാസ കേന്ദ്രങ്ങളാണ് ഞാൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ട തുമ്പയുണ്ടായിരുന്നു. തുമ്പ ഇനി മുളയ്ക്കും. തുമ്പുണ്ട് ഇപ്പോൾ. കണ്ട ഇങ്ങനെ. ആ ചേട്ടാ, അതിൻ്റെ മൂട് ഭാഗത്ത് പിടിക്കുമ്പോൾ ചിലപ്പോൾ ഉറുമ്പ് കടിക്കും. ആ ഉറുമ്പുകളെ കൈലാസ അവരാവാസ കേന്ദ്രമാണിത്. അത് കഴിഞ്ഞു ഈ സൈഡ് കൂടി ആക്കി കഴിഞ്ഞാൽ ഓക്കെ. ഇതെന്താണ് ഉണങ്ങിയത് അല്ലേ? ചേട്ടാ അത് സൂക്ഷിച്ചെടുത്തോട്ടാ. പാമ്പുണ്ടാവൂലോ? ഉണ്ടാവും. അത് വല്ല വടി കൊണ്ട് അങ്ങനൊന്ന് അതിനെ മറച്ചിട്ടിട്ട് അതിൽ കൈയിട്ടാ മതി. ആ സോളയിൽ വെള്ളം നിറച്ചു തോന്നും. കുറച്ച് വെള്ളം നിറച്ചു, പിന്നെ ചാണിട്ടു. ആ സോള നമ്മൾ ഒരാഴ്ച പോയി വന്നപ്പോഴേക്കും അതിന് ഭംഗി പോയി. കണ്ട കൃഷിസ്ഥലം ആകെ ഒരു വൃത്തിയില്ലാണ്ടായില്ലേ? അതാ, ഇല്ലെങ്കിൽ അങ്ങനെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു പച്ചക്കറി കൃഷിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു 3-4 ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം മാറും. ഏത് കാര്യം അങ്ങനെയാണ്. പാമ്പില്ല. ഈ സൈഡ് കൂടി മാറ്റിയിട്ടാ. അല്ല, ഈ വഴിയിലത്തെ പുല്ല് മാത്രം ചെത്താനാണെങ്കിൽ അണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ അണ്ണൻ ഒരു 5 ദിവസം നിൽക്കും. ഇതേ പുല്ലിന് ഞാൻ കളയാൻ പോകണം. നോക്കിയാൽ സരിത മടി കണ്ടാ. പുല്ലുകളൊക്കെ നിങ്ങൾക്ക് ശരമ എന്താ പറയാ, നിങ്ങൾക്കൊരു അന്ത്യൂതാശ. പുല്ലുകളൊക്കെ ഇതിൻ്റെ അടിയിൽ പെട്ടു. ഇനി മുകളിൽ ഇഷ്ടി വയ്ക്കുക. നീല സാരി വാങ്ങിത്തരാം, നീണ്ടക്കരാം, എൻ്റെ കൂടെ പോരും. വേണ്ട സരിത, ഈ സൈഡിലത്തെ പുല്ല് ഒരിക്കല വേണ്ട, ഈ സൈഡ് വയ്ക്കാം. കേറി വരുന്ന ആ ഭാഗം മാത്രം ഭംഗിയുണ്ട് നമ്മുടെ. അത് നോക്കണ്ട, ചെളിൻ്റെ ആവട്ടെ. പുല്ലിനേക്കാളും ഭേദല്ലേ? പുല്ലിനേക്കാളും ഭേദല്ലേ? അതല്ല പറഞ്ഞേ, ഈ വിരിച്ചേക്കണ സാധനല്ല പറഞ്ഞേ, കൃഷിയുടെ കാര്യം പറഞ്ഞതാ. കേറി വരുന്ന ഭാഗത്തേ പാഷൻ ഫ്രൂട്ടും ഇപ്പുറത്തുള്ള ചെടികള് അവിടെ വരെ അത് ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ ഞങ്ങളൊന്നും കയ്പക്കായ അടിപൊളി ഉണ്ടല്ലേ? കയ്പക്കായ അടിപൊളി ഉണ്ടായില്ലേ? കയ്പക്കായ അടിപൊളി ആവണമൊന്നുമില്ല. കയ്പക്കായ ഒക്കെ കേടാ, വെണ്ടക്കായ എല്ലാം കേടാ. പയറ് അവിടെയൊക്കെ കുത്തിയത് മുഴുവനും മണ്ടരങ്ങ വന്നിട്ട് അത് മുഴുവൻ പോയി. ഇപ്പോൾ ഈ മത്തങ്ങ മുഴുവൻ നാശമായി പോയി. അവിടെ കുമ്പളങ്ങ നാശമായി പോയി. എല്ലാം കേട്. ജൈവ കൃഷിയിൽ അതൊക്കെ ഉണ്ടാവും. കൂർക്ക മാത്രം കിട്ടി, ബാക്കി അവർക്കൊന്നും കൂർക്ക കിട്ടിയില്ല. അവിടെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ പച്ചമുളക് ഉണ്ടാവുന്നുണ്ട് അല്ലേ? പച്ചമുളക് ഇഷ്ടം പോലെ ഉണ്ട്. പച്ചമുളക് നന്നായിട്ടുണ്ടാവുന്നുണ്ട്. പിന്നെ എന്തുട്ടാ? പിന്നെയാ ഇഞ്ചി. ആ ഇഞ്ചി ഈ സാധനമാണ് ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കാൻ, സരിതിക്ക് പഠിക്കാനായിരുന്നു പന്നപ്പുല്ല്. പായലല്ലേ? പായലല്ല, പന്നക, പന്നപ്പുല്ല്. ഇതിനെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടാവും നമുക്ക്. കേടാ,
ഇത് കറക്റ്റായിട്ട് ബയോളജിയിൽ ജയോളജി എന്ന് പറയുന്നത് ബയോളജിയിൽ ഉണ്ടാവും ഈ പുല്ലിനെ കുറിച്ച് പഠിക്കാൻ. ഇത് പണ്ട് കാലത്ത് കണ്ടമാനം ഉണ്ടായിരുന്നത് നമ്മുടെ കിണറുകളില്ലേ, എല്ലാ വീട്ടിലും കിണറുണ്ടാവും. ആ കിണറിൻ്റെ ഉൾഭാഗത്ത് ഈ സാധനം വലുതായിട്ടുണ്ട് വരും. അപ്പോൾ ഇതിനെ പറിക്കുമ്പോൾ അത് കിണർ വൃത്തിയാക്കണ ഒരു ഒരു വേദനയാണ് ഇതിന് പറിച്ച് കളയുമ്പോൾ. ഇത് നമ്മുടെ പാഠപുസ്തകത്തിൽ കാണുന്ന ഒരു പുല്ലല്ലേ, അതിനെ പായൽ വർഗത്തിൽ പെട്ടത്. പലതരം സാധനങ്ങൾ കിണറിന്റെ തിണ്ടുമ്പോ കാണാം ഇല്ലേ, ഒരു നല്ല സ്പോഞ്ച് പോലത്തെ ഒരു സാധനം കട്ടിയില് അതുണ്ടാവും. അത് മതിലുമ്പിലും കാണാം, മതിലുമ്പിലും കാണാം. പിന്നെ വേറെ കുറെ ടൈപ്പ് അങ്ങനെ വരും. ഇനി നമുക്ക് ആ മത്തങ്ങ കണ്ട തൈകളുണ്ട്, അടിപൊളിയില്ലേ, പൊങ്ങി വരുന്നുണ്ട. അതിന് നമുക്ക് ആ പന്തല് എടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കാം. അപ്പൊ ചേട്ടനല്ലേ ഇപ്പൊ എന്നെ പറഞ്ഞ ആ മത്തങ്ങ നാശായത് പന്തല് വെച്ച് കൊടുത്ത കാരണം നിലത്തൂടെ പോയി അടിപൊളിയായിട്ടുണ്ടായി. പിന്നെ എന്തിനു ഇതിന് പന്തല് വെച്ച് കൊടുക്കുന്നു? അതിന് ഞാൻ ആലോചിക്കുന്നത് അല്ല, പന്തല് വയ്ക്കാം, ചെറിയ പന്തല് വെച്ചാൽ അടിപൊളിയിട്ടുണ്ടായി. ആ മത്തങ്ങ ഇതിനെന്തിട്ട് എങ്ങനെയാ സാധനം? അതേ, അതിന് പന്തല് വെച്ച് ഇഷ്ടമായിട്ടില്ല. ആ പന്തല് വേണ്ട, നമുക്ക് വർക്കത്തുള്ള വേറെ പന്തല് വയ്ക്കാം. ദേടാ, ഈ പന്തല് വയ്ക്കാം. ഈ പന്തലിലൂടെ വാഴ വളർന്നല്ലോ, അത് ഊരണം. കണ്ടാ, ഈ പന്തല് അഴിക്കാം. അയ്യോ, എപ്പോഴാ വളർന്നിങ്ങനെ? വളർന്നത് പന്തല് അതിന് മീതിണ്ടായിരുന്നു. അപ്പൊ എന്താ പന്തല് മാറ്റി വെക്കാൻ അവിടുന്ന്? അതിൽ കയ്പക്കായ എന്നിട്ടുണ്ടായിരുന്നു. വാ, കയ്പക്കായ കേടായില്ലോ മുന്നേ. ഫോൺ അവിടെ വെച്ചിട്ട് ചേട്ടാ ഒരു കാര്യം ഉണ്ട് കേട്ടാ, ആര് ഭാഗത്ത് ഒന്നും നടണ്ട, ആര് ഭാഗത്ത് നടന്നത് ഒന്നും നന്നാവറില്ല എന്നല്ല, അങ്ങോട്ട് നനയ്ക്കാൻ എത്താറില്ല. നനയ്ക്കാത്തല്ല ഇത് പന്തലടിക്കാം നമുക്ക്. മത്തങ്ങയ്ക്ക് ഒരു പന്തലിട്ട് കൊടുക്കാം, എന്നിട്ട് നടാം. കണ്ടാ, കായ്പക്കായ്ക്ക് ഇട്ട പന്തലത്. പന്തലിട്ട വളർന്നത് വാഴയാന്ന് മാത്രം. വാഴയുടെ ഉള്ളി കൂടെ പോയി. വാഴയുടെ ഉള്ളി കൂടെ അല്ല, വാഴ പന്തലിന്റെ ഉള്ളി കൂടെ പോയി. ഓരോന്നൂര് അതാണ് കൊണ്ടുപോയി. ഈ വാഴയുടെ മോളിയോടെ എടുക്കണല്ലോ ഈ. അതന്നെയല്ല ഞാനും ചോദിച്ചേ. ഞാനെന്തൊരു വിഡ്ഢിയല്ലേ പറയാനുണ്ടാ? ഈ വാഴയുടെ മോളിയോടെ ഞാൻ വെച്ചപ്പോഴോ അയ്യോ ദൈവമേ, ഇത് എന്തുട്ട് ചെയ്യാതെ എങ്ങനെ എന്റെ മോളിവിടെ പൊക്കിയെടുക്കാനാ? പൊക്കണം. പൊക്ക്. ഇവിടെ ഇപ്പൊ മറ്റേ നീ ആ സൈഡ് പിടിച്ചേ. ഏത് സൈഡ്? എനിക്കറിയില്ല ഇത് എന്തുട്ട് ചെയ്യാ. ഒരു മിനിറ്റ് ഇത്രക്കന്നെ എനിക്ക് പൊക്കാൻ പറ്റുള്ളൂ. എവിടേക്ക് പോവാൻ? അയ്യോ, ഇത് ഭയങ്കര കുഴിയിലല്ലോ. ഐഡിയ തോന്നുന്നുണ്ടോ ഇത് പൊക്കാൻ? നിധിയും പൊക്കി കഴിഞ്ഞാൽ കിട്ടും. സരിതയ്ക്ക് ക്യാമറ കൊടുക്ക്. ആ ശരി, ഞാൻ ക്യാമറ പിടിക്കാം. അങ്ങോട്ട് കൊണ്ടുപോകണം. എടുത്തോ, വാഴ ഓടിയാനേ ഓടിട്ടെ. അപ്പൊ പിന്നെ വാഴ വെട്ടിയാ പോരെ? വാഴ ഓടി നീ അങ്ങോട്ട് കൊണ്ട് നടന്നോ? നിധിയ നടന്നോ? ഒന്നുമില്ല. നീ പിടിച്ച് നടന്നോ? നീങ്ങി വാഴ ഇങ്ങനത്തെ ഒരു ചതി കിട്ടി. എൻ്റെ അമ്മേ, വെക്ക് നിലത്ത് വെക്ക്. ഒരു കായ്പക്കായ്ക്ക് വേണ്ടിയിട്ട് കണ്ടമാനം അല്ല കായ്പക്കായകളുണ്ടതിൻ്റെ പാവയ്ക്ക നോക്കിയാൽ കണ്ടേ. പക്ഷെ ഒന്നും വലുതായില്ല. ഇവന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നും വലുതായില്ല എന്ന് പറഞ്ഞാൽ അത് നനച്ചിട്ട് നാള് കുറേ തോന്നുന്നു. അതിന്റെ കടയൊക്കെ ഉണങ്ങിയിട്ട് എടുക്കണേ. ആറ്റത്തിക്കേ സമാധാനായില്ലേ? കിട്ടിയനെ ഇങ്ങനെ കാലെടുത്ത് പോന്നു അങ്ങോട്ട് പോന്നു. മുളയിലേ നുള്ളണമെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ലേ? മനുഷ്യ ഞങ്ങളുടെ മോളില് കൊണ്ട് ഈ സാധനം വെച്ചിട്ട് എന്നാ ആ ഹൈറ്റ് എത്തണേലും മുന്നെങ്കിലും മാറ്റി അതും ചെയ്തില്ല. എന്തുട്ടാ സംഭവിച്ചവിടെ പറയണ്ടോ? ഇവിടെ ഈ പ്രാവശ്യം ചേട്ടൻ പറിച്ചു നടലൊന്നും ഉണ്ടായിട്ടില്ല ഈ കൊല്ലം. അതിനുള്ളതാണ് ഈ ഉപദ്രവിക്കല്. പറിച്ചു നട്ടിട്ടില്ല. പറിച്ചു നട്ടിട്ടില്ല.
ഈ മത്തങ്ങയ്ക്ക് വെക്കാൻ പോകട്ടെ. മത്തങ്ങയ്ക്ക് പന്തല് വെക്കാൻ പോവാ. കാര്യങ്ങൾ എടുത്തോ. മേളം മുറുകി തുടങ്ങി. കാല് 4 എണ്ണം വലുതുണ്ട് അല്ലേ? ചെറുതുകൾ കുറേ ഉണ്ട്. അതിനെല്ലാം ഇത് മറ്റേ കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പാണോ? കിരൺ സരി കാല് അവിടെ കാല് വയ്ക്കല്ലേ? അതെ. പൊക്കണ്ടേ? പൊക്കിക്കോ ജഗ് വന്നേ. അത് ആ സൈഡിന്ന് പൊക്കി പിടിച്ചോണി. എന്തായാലും സ്കൂൾ വിട്ട് വന്നല്ലേ. ആ പോയി. ഉഷാറില്ലല്ലോ. പൊക്കരുതാ. അത്രയും പൊക്കിന്നാ മതി. പലതും പറയും. അത് വല്ലാണ്ട് പൊക്കരുതെന്ന് പറഞ്ഞേ. ഈ സൈഡ് ഓക്കെ. ആ സൈഡ് നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുമോ? പന്തലുകൾ മാറ്റി മാറ്റി വെക്കല് നടക്കണമെന്നല്ലാണ്ട് ഇതൊന്നും ഉണ്ടാവിടെ കാണാനില്ല. ഇതൊന്നും എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തരുതേ. പിന്നല്ലാണ്ട് ഇവിടെ കൃഷി ചെയ്യണ ചേട്ടനല്ലേ, അപ്പൊ ചേട്ടനെയല്ല കുറ്റം പറയാ. ഈ മത്തങ്ങ ഇതൊന്ന് പടർന്നിട്ട് വലുതായിട്ടുണ്ടാവും. നമുക്ക് കാത്തിരുന്ന് കാണാട്ടാ. ഇതും ഉണ്ടായില്ലെങ്കിൽ എന്തൊരു ചെയ്യാ? അടുത്ത തവണ ഉണ്ടല്ലോ. അടുത്തതിന് പന്തൽ വെച്ച് കൊടുക്കണ്ട, തന്നെ ഉണ്ടാവണേ അടി കൂടെ പടർന്നിട്ട് അല്ലേ. നമ്മുടെ ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ് അല്ലേ? ഉള്ളി നോക്കിയേ, ഉള്ളിൻ്റെ വേണ്ട. അപ്പൊ പറിച്ചത് അല്ല, ഇത് ചാവാലി. അതിന് വലുതാവാനുള്ള സമയം കൊടുക്കണ്ടേ? അല്ല, അത് ഞാൻ വെറുതെ തമാശ ചെയ്താണ്. ഉണ്ടാ ഉള്ളി ഉണ്ടാ, നമ്മുടെ ഉള്ളിൻ്റെ വേണ്ട. അല്ല, ഇത് കാലാവധി ഇല്ല. പക്ഷെ ഇവിടെ ചവിട്ടി നാശമായി. ഉള്ളി എടുത്തോ. ഇഞ്ചി ആടാ. ഇഞ്ചി നട്ടോ. ചായ കാപ്പി വല്ലതും വേണം വല്ലവർക്കും? ആ, കാപ്പി ചായ ഒക്കെ ഉണ്ടാക്കി വേണം. എന്നിട്ട് വേണ്ടേ ജഗ്ഗുന്? എന്നിട്ട് വേണ്ടേ ബൂസ്റ്റ് കാപ്പി? ബൂസ്റ്റ് മതിയാ? എന്തോ ഉഷാറില്ലാത്ത? അത് സ്കൂളിൽ വിട്ട് തന്നെ പിള്ളേർക്ക് ഉഷാറുണ്ടാവില്ലേ? ഇവിടെ നടാൻ തീരുമാനിച്ചു. ഇവിടെ മണ്ണ് ഇളകിയതാണ്. സാധാരണ ടൈമിൽ പിഞ്ച് ചെയ്യുന്ന ടൈമല്ല. കുറച്ചാൾ കൂടി കഴിഞ്ഞിട്ട് നടേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് കിട്ടിയതല്ല, നാശമായി പോലോ വെച്ചിട്ട് ഞാൻ ഒരു തട. നല്ല വളക്കൂറുള്ള സ്ഥലം കണ്ട. ചാണപ്പൊടിയൊക്കെ ഇഷ്ടം പോയിട്ട്. ഈ ഓരോ ഇതിൽ ഇഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ട. ഇത്രയ്ക്ക് ഇഞ്ചിയുടെ ആവശ്യമൊന്നുമില്ല. എന്തിനാണ് ആവശ്യം ഇത്രയ്ക്ക് ഇഞ്ചി വേണത്? ഇതെടുക്കാം. ഒരു കഷ്ണം നമുക്ക് എടുത്ത് വയ്ക്കാം. ചാള അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ കൂട്ടാൻ വയ്ക്കാമല്ലോ. നല്ല മണ. ഇത് തള്ളൊരു കനം നോക്കിയേ കണ്ടാ. ആരെങ്കിലും വരാണെങ്കിൽ കൊടുക്കാം. സിമ്പിൾ പരിപാടി. കിട്ടിയ വിളിക്കുന്നേ അവരെ മണ്ണിൻ്റെ അടിയിരിക്കേണ്ടാക്കി. അല്ലെങ്കിൽ അവരിവിടെ നിന്നിട്ട് ഉണങ്ങിപ്പോയി എന്നുള്ള പരാതി വരില്ല. തെങ്ങി ഏത് മുളച്ച് കയറും. ഏത് ലോകത്ത് ഇട്ടാലും ഇവൻ മുളയ്ക്കും. ഏത് പ്രതികൂല കാലാവസ്ഥയും അതിജീവിക്കും. മാങ്ങഞ്ചി കഴിഞ്ഞു, നട്ട് കഴിഞ്ഞു. ഇനി ആവശ്യത്തേക്ക് നമ്മുടെ ഷീറ്റ് വിരിക്കുക. അപ്പോൾ ഈ സ്ഥലത്ത് ചായയും കാപ്പിയും കൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാ വഴിയും പുല്ലില്ലാണ്ടാവട്ടെ. ഇനി ഇവിടുന്ന് ഇരിക്കണം. ഇവിടുന്ന് അങ്ങ് കടുപ്പത്തിലുള്ള കാപ്പി. ബൂസ്റ്റ് is the secret of my energy. അടിപൊളി.